വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ സാധ്യതകൾ തുറന്ന് മൂവാറ്റുപുഴയിൽ ഹെലികോപ്റ്റർ ടൂറിസം. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ത്രിവേണി ഓണം പരിപാടിയുടെ ഭാഗമായിട്ടാണ് പൊതുജനങ്ങൾക്കായി ഹെലികോപ്റ്റർ യാത്രയ്ക്ക് അവസരം ഒരുക്കിയത്. മൂവാറ്റുപുഴയുടെയും സമീപ പ്രദേശങ്ങളുടെയും പ്രകൃതി സൗന്ദര്യം ആകാശദൃശ്യമായി ആസ്വദിക്കാനുള്ള അവസരമാണ് ഹെലികോപ്റ്റർ ടൂറിസം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിച്ചത്. കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് വ്യത്യസ്തമായ വിനോദാനുഭവം സമ്മാനിക്കുന്ന രീതിയിലാണ് ഹെലികോപ്റ്റർ യാത്ര ഒരുക്കിയത്. ഹെലികോപ്റ്റർ ടൂറിസം പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് മാത്യു കോഴിനാടൻ MLA നിർവഹിച്ചു. നമ്മൾ ഇത്രയേറെ എഫേർട്ട് എടുത്ത് വ്യത്യസ്തങ്ങളും വിവിധങ്ങളും വൈവിധ്യമാർന്ന പരിപാടികളും പദ്ധതികളുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിലെ ഒരു പ്രധാന ഇവന്റാണ് ഹെലികോപ്റ്റർ ടൂറിസം എന്ന് പറയുന്നത്. മൂവാറ്റുപുഴയുടെ ആകാശ കാഴ്ച കാണുന്നതിനുള്ള ഒരു അവസരം ഒരുക്കി. തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമായി, ഇതൊരു ഉത്സാഹമായി മാറട്ടെ എന്ന് ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. ടൂറിസം മേഖലയിൽ പുതിയ നവീനമായ ആശയങ്ങളും പുതിയ വൈവിധ്യമാർന്ന ടൂറിസം സങ്കല്പങ്ങളും ഒക്കെ വരുന്ന സമയത്ത് മൂവാറ്റുപുഴയിൽ ഒരു ഹെലികോപ്റ്റർ ടൂറിസത്തിന്റെ സാധ്യത പഠിക്കാനും പരിശോധിക്കാനും അനുഭവിച്ചറിയാനുമുള്ള ഒരു അവസരമാണ് ത്രിവേണി ഓണം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP മുഖ്യാതിഥിയായി. ഓണാഘോഷത്തോടൊപ്പം മൂവാറ്റുപുഴയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനുള്ള ശ്രമം കൂടിയാണ് ഹെലികോപ്റ്റർ ടൂറിസത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൂടുതൽ ജനകീയമാക്കുന്നതിനും പുതിയ ടൂറിസം സാധ്യതകൾ കണ്ടെത്തുന്നതിനും ഇത്തരം പദ്ധതികൾ സഹായകരമാകുമെന്നാണ് നഗരസഭയുടെ വിലയിരുത്തൽ. നഗരത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന പദ്ധതിയായി ഹെലികോപ്റ്റർ ടൂറിസത്തിന്റെ തുടക്കം മാറുമെന്ന പ്രതീക്ഷയിലാണ് നഗരസഭ. ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, PP എൽദോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അസം ബീഗം, രജിത P, ജിനു ആന്റണി, ഷഹന മാഹിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.